നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയമില്ലാതെ സ്വപ്നങ്ങൾ പിന്തുടരാൻ കഴിയുന്ന ലിംഗസമത്വ ലോകം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി. അന്താരാഷ്ട്ര വനിതാ ദിന ആശംസ നേർന്ന് രാഷ്ട്രപതി. റഷ്യ ഉക്രൈനിൽ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതിനെ അനുകൂലിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്ളാഡിമിർ പുടിൻ ആരും ചെയ്തു പോകുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ട്രംപ്. യൂറോപ്പിന്റെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനുള്ള യൂറോപ്യൻ യൂണിയന്റെ നീക്കത്തെ സ്വാഗതം ചെയ്ത് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ആൽഫ്രഡ് ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞു. ബാധിച്ചത് ക്വീൻസ്ലാൻഡിലെയും ന്യൂ സൗത്ത് വെയിൽസിലുമായി 4 ദശലക്ഷം ആളുകളെ. കൊളംബിയ സർവകലാശാലയ്ക്കുള്ള $400 മില്യൺ ഫണ്ട് ട്രംപ് ഭരണകൂടം റദ്ദാക്കി. പോളണ്ടിലെ എല്ലാ പുരുഷന്മാർക്കും സൈനിക പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക്. ചിക്കൻ വിപണിയിൽ UAE സ്വയം പര്യാപ്തതയിലേക്ക്. നോമ്പ് ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ ചിക്കന് 50% വിൽപ്പന വർദ്ധിച്ചതായി കണക്ക്. കഴക്കൂട്ടം മാജിക് പ്ലാനറ്റിലെ ഡിഫറന്റ് ആൻഡ് സെന്ററിൽ $1 കോടി കൈമാറി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. വനിതാ ദിനത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ തിളങ്ങുന്ന മാതൃക സൃഷ്ടിച്ച് ആദാനി. വിഴിഞ്ഞം പോർട്ടിലെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്ത്രീകളുടെ നേട്ടങ്ങളും സംഭാവനകളും നാം ഇന്ന് ആഘോഷിക്കുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് നാം ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ വിവിധ മേഖലകളിൽ പുതിയ പാതകൾ വെട്ടിത്തുറക്കുമ്പോൾ ആരും പിന്നോട്ട് പോകുന്നില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ യാത്രയിൽ അവരെ പിന്തുണയ്ക്കുമെന്നും പ്രതിജ്ഞയെടുക്കാം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഭയമില്ലാതെ അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ കഴിയുന്ന ഒരു ലിംഗസമത്വം ലോകം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാൻ കഴിയും. റഷ്യ ഉക്രൈനിൽ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതിനെ അനുകൂലിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആരും ചെയ്തു പോകുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ട്രംപ് പറഞ്ഞു. ഉക്രൈനിനേക്കാൾ റഷ്യയുമായി പ്രവർത്തിക്കുന്നത് എളുപ്പമാണ് എന്നും പുടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത്. യൂറോപ്പിന്റെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനുള്ള യൂറോപ്യൻ യൂണിയൻ നീക്കത്തെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സ്വാഗതം ചെയ്തു. വ്യാഴാഴ്ച ബ്രസൽസിൽ നടന്ന അടിയന്തര ഉച്ചകോടിയിലാണ് തീരുമാനമുണ്ടായത്. സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി വായ്പകൾ ദുർബലപ്പെടുത്തിയ നിയമങ്ങളും യൂറോപ്യൻ യൂണിയന്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഈ ചരിത്രപരമായ നീക്കം യൂറോപ്പ് മുന്നേറുന്നതിന്റെ മറ്റൊരു സൂചനയാണെന്ന് സ്റ്റാമർ കൂട്ടിച്ചേർത്തു. ആൽഫ്രഡ് ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞു. ഇതോടെ ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ട്രോപ്പിക്കൽ ലോ ആയി മാറിയതായി കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. അതേസമയം ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് കാരണം ശക്തമായ കാറ്റും കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി. ക്വീൻസ്ലാൻഡിലും ന്യൂ സൗത്ത് വെയിൽസിലുമായി 4 ദശലക്ഷം ആളുകളെ ബാധിച്ചു. തുടർന്ന് ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു. 2,30,000-ലധികം വീടുകളിൽ വൈദ്യുതി മുടങ്ങി. കൊളംബിയ സർവകലാശാലയ്ക്കുള്ള $400 മില്യൺ ഫണ്ട് ട്രംപ് ഭരണകൂടം റദ്ദാക്കി. കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ സെമിറ്റിക് വിരുദ്ധ പീഡനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിൽ കോളേജ് ആവർത്തിച്ച് പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് ഈ നടപടി. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ശേഷം ഗാസയ്ക്കെതിരായ യുദ്ധത്തെ വിമർശിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതിന് ശേഷമാണ് ഈ പ്രഖ്യാപനം. ക്യാമ്പസിലെ ജൂത വിരുദ്ധതയെ ചെറുക്കുന്നതിന് കൂടുതൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഫെഡറൽ ഫണ്ടിംഗ് നഷ്ടപ്പെടുമെന്ന് ട്രംപ് നിയമിച്ച വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്കോൺ തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. റഷ്യയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് 3 ബൾഗേറിയൻ പൗരന്മാർ കുറ്റക്കാരാണെന്ന് UK കണ്ടെത്തി. UKയിലെ ഏറ്റവും വലിയ വിദേശ ഇന്റലിജൻസ് പ്രവർത്തനങ്ങളിൽ ഒന്നാണിതെന്നും പോലീസ് വിശേഷിപ്പിച്ചു. വന്യ ഗബറാവോ, കാറ്റിൻ ഇവാനോവ, തിമോഹിർ ഇവാൻചെവ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 2020-23 കാലഘട്ടങ്ങളിൽ മാധ്യമ പ്രവർത്തകരെയും മുൻ രാഷ്ട്രീയക്കാരെയും ജർമ്മനിയിലെ ഒരു US സൈനിക താവളത്തെയും നിരീക്ഷിച്ച് യൂറോപ്പ് സഞ്ചരിച്ച ഒരു സംഘത്തിന്റെ ഭാഗമായിരുന്നു ഇവർ. UKയിൽ ഫസ്റ്റ് ക്ലാസ് സ്റ്റാമ്പിന്റെ വില 5 പെൻസ് വർദ്ധിച്ച് 1.70 പൗണ്ടായി ഉയരുമെന്ന് റോയൽ മെയിൽ പ്രഖ്യാപിച്ചു. 2ാം ക്ലാസ് സ്റ്റാമ്പിന്റെ വിലയും 2 പെൻസ് വർദ്ധിച്ച് 87 പെൻസായി ഉയരും. ഏപ്രിൽ 7 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. നിരക്ക് വർധനവ് ഏർപ്പെടുത്തിയത് വർദ്ധിച്ചു വരുന്ന മെയിൽ ഡെലിവറി ചാർജ് കുറയ്ക്കാൻ വേണ്ടിയാണെന്നാണ് അധികാരികളുടെ വാദം. എന്നാൽ വില വർധനവ് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പോളണ്ടിലെ എല്ലാ പുരുഷന്മാർക്കും സൈനിക പരിശീലനം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് പറഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ വരും മാസങ്ങളിൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പോളിഷ് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലാണ് ടസ്ക് ഇക്കാര്യം പറഞ്ഞത്. പോളിഷ് സൈന്യത്തിന്റെ വലിപ്പം 2 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി വർദ്ധിപ്പിക്കുമെന്നും ടസ്ക് കൂട്ടിച്ചേർത്തു. ബഹ്റിനിലെ ചില പ്രദേശങ്ങളിൽ മഴയും ഇടിമിന്നലും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ട് അധികാരികൾ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ ഇന്നലെ മിതമായ മഴയും ഇടിമിന്നലും അനുഭവപ്പെട്ടു. ചിക്കൻ വിപണിയിൽ UAE സ്വയം പര്യാപ്തതയിലേക്ക്. നോമ്പ് ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ ചിക്കന് 50% വിൽപ്പന വർദ്ധിച്ചതായി കണക്ക്.
വിപണിയിൽ 20 ബ്രാൻഡുകളിലാണ് ചിക്കൻ എത്തുന്നത്. വിപണിയിലെത്തുന്ന ചിക്കനിൽ 80% രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയൊരു ശതമാനം സൗദി, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തുന്നത്. രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലും കോഴി ഫാം ഉള്ളതിനാൽ ആന്റിബയോട്ടിക്സുകളും ഹോർമോണുകളും നൽകാതെയാണ് കോഴി വളർത്തലെന്നും ഉത്പാദകർ പറയുന്നു. ഡിജിറ്റൽ മുന്നേറ്റം അതിവേഗത്തിലാക്കാനുള്ള ചുവടുവെപ്പുമായി മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനുമായി കുവൈറ്റ് കരാറിൽ ഒപ്പുവെച്ചു. രാജ്യത്തെ ഡിജിറ്റൽ മുന്നേറ്റം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകളുടെ മെച്ചപ്പെടുത്തൽ എന്നതിന്റെ ഭാഗമായാണ് കരാർ. കുവൈറ്റ് സെൻട്രൽ ഏജൻസി ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റിയാണ് മൈക്രോസോഫ്റ്റ് കരാറിൽ സംയുക്തമായി ഒപ്പുവെച്ചത്. ഇനിയൊരിടവേള. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. ഇന്ത്യയുമായി സമഗ്രവും വിപുലവുമായ വ്യാപാര കരാർ സ്ഥാപിക്കുന്നതിൽ അമേരിക്ക താൽപര്യപ്പെടുന്നുവെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇന്ത്യയെ ബാധിക്കുന്ന താരിഫ് ഉടൻ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ട്രംപിന്റെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചിലത് ഇന്ത്യയിലാണെന്ന് വാണിജ്യ സെക്രട്ടറി ഊന്നി പറഞ്ഞു. അതിനാൽ ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാവിഗതി നിർണ്ണയിക്കാൻ വ്യാപാര ബന്ധത്തിന്റെ പുനർമൂല്യനിർണ്ണയം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ പോഷകസമൃദ്ധമായ ഭക്ഷണത്തിന്റെ പങ്ക് പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ ഭക്ഷ്യസുരക്ഷാ നാച്ചുറൽ ക്യാമ്പയിനിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. പോഷകാഹാരക്കുറവ്, വിളർച്ച തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും മതിയായ പോഷകാഹാരം നൽകുന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അഗ്നിവീർ പദ്ധതിയെ പ്രശംസിച്ച് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ പദ്ധതി വലിയ വിജയമാണെന്ന് തെളിയിക്കുന്നുണ്ടെന്നും ക്രിംഡിലാൽ ക്രീം പദ്ധതിയിലൂടെ നമ്മളിലേക്ക് എത്തുന്നുണ്ടെന്നും താൻ രാജ്യവാസികൾക്ക് ഉറപ്പു നൽകുന്നു. പഠിക്കാനുള്ള അവരുടെ ആഗ്രഹവും താരതമ്യേന ഉയർന്നതാണ്. അവരുടെ കഴിവ് സംബന്ധിച്ചിടത്തോളം അവർ അത് നിറവേറ്റുമെന്നും കരസേനാ മേധാവി കൂട്ടിച്ചേർത്തു. കേരള ഹൈലൈറ്റ്സ്. ലഹരി അടിമുടി പിഴുതെറിയണമെന്ന് മുൻ MLA PV അൻവർ. ജനം അതിന് തയ്യാറാണ്, എൻഫോഴ്സ്മെന്റിനാണ് പ്രശ്നമെന്നും PV അൻവർ പറഞ്ഞു. പോലീസിലെയും എക്സൈസിലെയും ചെറിയ വിഭാഗത്തിന്റെ പിന്തുണ ലഹരിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് താൻ. പുഴുക്കുത്തുകൾ കണ്ടെത്തി എടുത്തു മാറ്റണം. അത് നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്തിടത്തോളം കാലം ലഹരിയെ പൂർണ്ണമായും നീക്കാൻ വലിയ പ്രയാസം നേരിടേണ്ടി വരുമെന്നും PV അൻവർ പറഞ്ഞു. കഴക്കൂട്ടം മാജിക് പ്ലാനറ്റിലെ ഡിഫറന്റ് ആർട്ട് സെന്ററിന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 1 കോടി രൂപ കൈമാറി. എല്ലാ വർഷവും സെന്ററിന് നൽകുന്ന സഹായത്തിന്റെ തുടർച്ചയായാണ് തുക കൈമാറിയത്. ലുലു എക്സ്പോർട്ട് ഹൗസ് CEO നജിമുദ്ദീൻ, ലുലു ഗ്രൂപ്പ് തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ എന്നിവർ ചേർന്ന് തുക ഡിഫറന്റ് ആർട്ട് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാടിന് കൈമാറി. ലുലു ഗ്രൂപ്പിന്റെ തുടർച്ചയായ സഹായം ഭിന്നശേഷി കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുമെന്നും അവരുടെ സമഗ്രമായ മുന്നേറ്റത്തിന് കൂടുതൽ ഊർജ്ജം പകരുമെന്നും ഗോപിനാഥ് മുതുകാട് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വനിതാ സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഹാൻഡ് ബുക്ക് പുറത്തിറക്കി KSUM. ഒറ്റ ഹാൻഡ് ബുക്കിലൂടെ വനിതാ സ്റ്റാർട്ടപ്പ് സംബന്ധിച്ച സമഗ്ര വിവരങ്ങളും സംശയം കൂടാതെ മനസ്സിലാക്കാമെന്നാണ് ഇതിന്റെ പ്രത്യേകത. വനിതാ സ്റ്റാർട്ടപ്പ് സ്ഥാപകരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് സംരംഭകത്വ വിജ്ഞാനം പകർന്നു നൽകുക, സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുക എന്നിവയാണ് ലക്ഷ്യം. വനിതാ സ്റ്റാർട്ടപ്പ് സംരംഭകർക്കുള്ള ഹാൻഡ് ബുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. വനിതാ സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുള്ളതാണ് KSUM പുറത്തിറക്കിയ ഹാൻഡ് ബുക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വനിതാ സ്റ്റാർട്ടപ്പുകളിൽ നൽകുന്ന സഹായങ്ങൾ, വിവിധ പദ്ധതികൾ എന്നിവയെല്ലാം ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നു. startupmission.kerala.gov.in എന്ന വെബ് ലിങ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ അറിയാം. വനിതാ ദിനത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് തിളങ്ങുന്ന മാതൃക സൃഷ്ടിച്ച് അദാനി. വിഴിഞ്ഞം പോർട്ടിലെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ. വിഴിഞ്ഞം സ്വദേശികളായ 7 പേർ ഉൾപ്പെടെ 9 വനിതാ ഓപ്പറേറ്റർമാരാണ് പോർട്ടിലെ യാർഡ് ക്രെയിനുകളിലെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. വിഴിഞ്ഞത്ത് ജോലി ചെയ്യുന്നത് ആകെ 20 ക്രെയിൻ ഓപ്പറേറ്റർമാരാണ്. ഇന്ത്യയിൽ ഇതാദ്യമായാണ് വനിതകൾ ഓട്ടോമേറ്റഡ് CRMG ക്രെയിനുകൾ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: 1 പൗണ്ട് 112.61 ഇന്ത്യൻ രൂപ, $1 87.15 ഇന്ത്യൻ രൂപ, €1 94.29 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.29 ഇനി സ്പോർട്സ്. G. ഗുഗേഷിന് പിന്നാലെ ഇന്ത്യക്ക് അഭിമാനമായി വീണ്ടും ഒരു ചെസ് ചാമ്പ്യൻ. മോണ്ടനാഗ്രാവിലെ പെട്രോവാക്കിൽ നടന്ന ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ 18 വയസ്സുകാരൻ പ്രണവ് വെങ്കടേഷാണ് കിരീടം നേടിയത്. 63 രാജ്യങ്ങളിൽ നിന്നായി 12 ഗ്രാൻഡ് മാസ്റ്റർമാർ ഉൾപ്പെടെ 157 താരങ്ങൾ പിന്നിലാക്കിയാണ് പ്രണവ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ബംഗളൂരു സ്വദേശിയാണ് പ്രണവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയമില്ലാതെ സ്വപ്നങ്ങൾ പിന്തുടരാൻ കഴിയുന്ന ലിംഗസമത്വ ലോകം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി. അന്താരാഷ്ട്ര വനിതാ ദിന ആശംസ നേർന്ന് രാഷ്ട്രപതി.
റഷ്യ ഉക്രൈനിൽ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതിനെ അനുകൂലിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്ളാഡിമിർ പുടിൻ ആരും ചെയ്തു പോകുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ട്രംപ്. യൂറോപ്പിന്റെ പ്രതിരോധ ചിലവ് വർദ്ധിപ്പിക്കാനുള്ള യൂറോപ്യൻ യൂണിയന്റെ നീക്കത്തെ സ്വാഗതം ചെയ്ത് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ആൽഫ്രഡ് ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞു. ബാധിച്ചത് ക്വീൻസ്ലാൻഡിലെയും ന്യൂ സൗത്ത് വെയിൽസിലുമായി 4 ദശലക്ഷം ആളുകളെ. കൊളംബിയ സർവകലാശാലയ്ക്കുള്ള $400 മില്യൺ ഫണ്ട് ട്രംപ് ഭരണകൂടം റദ്ദാക്കി. പോളണ്ടിലെ എല്ലാ പുരുഷന്മാർക്കും സൈനിക പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക്. ചിക്കൻ വിപണിയിൽ UAE സ്വയം പര്യാപ്തതയിലേക്ക്. നോമ്പ് ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ ചിക്കന് 50% വിൽപ്പന വർദ്ധിച്ചതായി കണക്ക്. കഴക്കൂട്ടം മാജിക് പ്ലാനറ്റിലെ ഡിഫറന്റ് ആൻഡ് സെന്ററിൽ $1 കോടി കൈമാറി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. വനിതാ ദിനത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ തിളങ്ങുന്ന മാതൃക സൃഷ്ടിച്ച് ആദാനി. വിഴിഞ്ഞം പോർട്ടിലെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.